ഹായ്. അപ്പം പുതിയൊരു സംഗതിയായിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തത് അലർജിയെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് വരുന്നത് ബ്ലോട്ടിങ് ഇഷ്യൂസിനെ പറ്റിയാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോട്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും, വയറ് പെരുക്കം ആണ് മെയിനായിട്ട്. എന്ത് കഴിച്ചാലും ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ടെൻഡൻസി ഉള്ളവരുണ്ട്. അതുപോലെ തന്നെയാണ് വയറ് നന്നായിട്ട് ഉന്തി ഇരിക്കുന്ന ഒരു ഇത് വരും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വയറങ്ങ് വരും. അപ്പം കുറച്ച് കഴിച്ചതേ ഉള്ളൂ, പക്ഷേ നന്നായിട്ട് വയറ് വരുവിയിരിക്കുകയാണ്. പിന്നെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതെല്ലാം ബ്ലോട്ടിങ്ങിൻ്റെ ഒരു ഇഷ്യൂസാണ്. ഇത് ഗ്യാസാണ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ മെഡിസിൻസും കാര്യങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതിനെല്ലാത്തിനും മെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി റൂട്ടീൻസ് കുറച്ച് കാര്യങ്ങളെല്ലാം ആയിട്ട് ഇതിന് ഭയങ്കര ബന്ധമുണ്ട്. അപ്പം ചില പണ്ടൊക്കെ ഉള്ളവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം ഇങ്ങനെ പോയി നിവർന്നൊക്കെ എല്ലാം കിടക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം അതൊക്കെ വലിയ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കണ്ടൻറ്റ് തന്നെയാണ് പറഞ്ഞു വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡ് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഡെയിലി വരുന്ന ഫുഡിൻ്റെ രീതികളും എല്ലാം തന്നെയാണ് കെമിക്കൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇതെല്ലാം പ്രോട്ടീനിൻ്റെ ഒരു വലിയൊരു സംഗതി തന്നെയായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് അനുഭവിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ടിട്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം അവർക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്ത് നോക്കി അവർക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഷെയർ ചെയ്യാറുള്ളത്. അപ്പം ബ്ലോട്ടിങ്ങിൻ്റെ ഇഷ്യൂവിന് എന്ത് ചെയ്തു, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, എന്താണ് മെഡിസിൻ എടുക്കുന്നത് എന്നൊക്കെയാണ്. അപ്പം ഫസ്റ്റ് വന്നു കഴിഞ്ഞത് വയറിന് ഇതേപോലെ ഗ്യാസ്ട്രൈറ്റിസ് വന്നു. ഗ്യാസ്ട്രൈറ്റിസിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടൽപ്പുണ്ണെന്നൊക്കെ പറയും. അപ്പോൾ അത് ഫുഡ് കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇഷ്യൂ. വെച്ചാൽ സമയം തെറ്റുള്ള ഫുഡ് 10 മണിക്ക് ഇപ്പോൾ രാവിലെ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം 11 മണിക്കായിരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് കഴിക്കേണ്ട ഊണ് കഴിക്കേണ്ടത് 3 മണിക്കായിരിക്കും. വൈകുന്നേരം 7 മണിയോടുകൂടി ഫുഡ് കഴിച്ച് തീർക്കേണ്ടതിന് രാത്രി 11 മണി 12 മണിക്കൊന്ന് ഫുഡ് കഴിക്കുന്നു. ഓക്കെ, ഇത് തന്നെയാണ് മെയിനായിട്ട് കാര്യം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കഴിക്കാതിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടിട്ടാണ് നമുക്ക് അൾസർ പോലുള്ള സംഗതികൾ വന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻസും കാര്യങ്ങളും നമ്മൾ ആശ്രയിക്കുന്നു. കുറച്ച് മെഡിസിൻ പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് കഴിച്ച് മാത്രമേ ഈ കുടൽപ്പുണ്ണിനെ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നല്ല വെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു 70 കിലോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതോടുകൂടി തന്നെ എന്ത് ചെയ്യും, ഒരു 50 കിലോയിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം മെയിൻ കാരണം വെച്ചാൽ ആ സമയത്ത് പിന്നെ കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റത്തുള്ളൂ. എരിവ് പുളി ഒന്നും കൂട്ടാൻ പറ്റില്ല. നമ്മുടെ ഈ അൾസർ വരുമ്പോഴത്തേക്ക് മഞ്ഞളിൽ വേവിച്ച ആഹാരം, എരിവ് കൂട്ടാതിരിക്കുക. പിന്നെ നമ്മുടെ കുരുമുളക് കൂട്ടാൻ പറ്റത്തില്ല, മുളകൊന്നും കൂട്ടാൻ പറ്റത്തില്ല. ഇതെല്ലാമാണ് നമ്മുടെ ഈ അൾസർ പോലുള്ള സംഗതി വരുമ്പോൾ. ഇതെല്ലാം ഗ്യാസ്ട്രൈറ്റിസിൻ്റെ മെയിൻ തന്നെയാണ്. ഇതെല്ലാം വയറിന് ഇഷ്യൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് രക്ഷപ്പെട്ട് കയറി വരുമ്പോഴത്തേക്കായിരിക്കും അടുത്ത ആൾ വരുന്നതാണ് H. pylori എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയൽ ഇഷ്യൂസ് വരുന്ന സംഗതി വരുന്ന കയറും. അപ്പോൾ അത് വന്ന് കയറുമ്പോൾ എന്ത് ചെയ്യും, H. pylori ബാക്ടീരിയ, നല്ല ബാക്ടീരിയകൾ നമ്മൾ പറയില്ലേ ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്, അതേപോലെയുള്ള നല്ല ബാക്ടീരിയ നമ്മുടെ വയറിൽ കുറവായിട്ട് വരും. അപ്പോൾ ഇതിന് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവന്നിട്ട് സ്കാൻ ചെയ്യാൻ പറയും. ഡോക്ടറിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കും. കുറച്ച് പൈസ വീണ്ടും പോകും. വീണ്ടും ആൻറ്റിബയോട്ടിക്കിന് നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഇങ്ങനെയെല്ലാം ആയിട്ട് വീണ്ടും ഈ ഒരു റൊട്ടീൻ നമ്മളതിൽ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലോട്ടായിരിക്കും നമ്മൾ വീണ്ടും പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഉടനെ തന്നെ ഇവർ പറയും നമുക്ക് നമ്മളെ പഴങ്കഞ്ഞി പോലുള്ളതാണ്. അതിനൊക്കെയാണ് അതിന് ഏറ്റവും ബെസ്റ്റ്. പൊടി നമ്മുടെ തലയ്ക്കും ദിവസം ആഹാരങ്ങൾ, അച്ചാർ ഐറ്റംസ് വെച്ചാൽ വീട്ടിൽ ചെയ്യുന്ന നമ്മുടെ വിനാഗിരി അങ്ങനെയുള്ള സംഗതി ഒഴിക്കാതെ തന്നെ നോർമലായിട്ടുള്ള ബാക്ടീരിയ ഇതായിട്ട് വരുന്ന ഫുഡ് ഐറ്റംസാണ് വരുന്നത്. അത് മാത്രമേ ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുപോകും. പക്ഷേ ഇതിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിക്ക് നമ്മൾ മരിച്ചിനി മീനൊക്കെ ഇട്ട് ഞവടി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ മരിച്ചിന് അവോയ്ഡ് ചെയ്യേണ്ടി വരും. മരിച്ചിന് നമ്മൾ കൂടി കഴിച്ചാൽ വീണ്ടും ഗ്യാസ്ട്രൈറ്റിസ് കൂടെ വരുള്ളൂ. അപ്പോൾ നമ്മൾ കിഴങ്ങ് ഐറ്റംസ് എല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസിനെ നമുക്ക് ഫുൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് രണ്ടോടെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചെരിച്ചിൽ തുടങ്ങാൻ തുടങ്ങും. അപ്പോൾ നെഞ്ചെരിച്ചിൽ തുടങ്ങുമ്പോഴത്തേക്കും പിന്നെയാണ് കൊളസ്ട്രോൾ അങ്ങനെയുള്ള സംഗതിയിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു കത്തിപ്പോകുന്നൊരു ഫീൽ തുടങ്ങാൻ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ പറ്റുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ സ്റ്റാർട്ടിങ് ആയിട്ട് വന്നു തുടങ്ങും. അപ്പം അതിനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഉടനെ പോയിട്ട് അങ്ങനെ കുറച്ച് ഇത് നമ്മൾ ഈ സോഡാപ്പൊടി പോലെയൊക്കെ ഇരിക്കും, അതൊക്കെ കലക്കി ഇങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്നൊക്കെ ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ 7up പോലെ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് നെഞ്ചിരിച്ചിൽ മാറും. പക്ഷേ ഇതെല്ലാം നമ്മളെ വയറിനെ എത്രത്തോളം ഡാമേജ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ആക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വയറ് പെരുക്കത്തിന് നമുക്കിനി എന്ത് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാനിനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ മെയിനായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വയറ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മൾ പറയില്ലേ, വയറ് തന്നെയാണ് നമ്മുടെ മുഖത്തിൻ്റെ കണ്ണാടി എന്ന് വേണമെങ്കിൽ പറയാം. വെച്ചാൽ വയറിനകത്ത് എത്രത്തോളം നല്ല സംഗതികൾ എല്ലാം നമ്മൾ കൊടുക്കുന്നു, അതെല്ലാം നമ്മുടെ മുഖത്തിലേക്ക് കാണിക്കും, ബോഡിയിലേക്ക് എല്ലാ സ്ഥലത്തിലോട്ടും പോകും. അപ്പോൾ വയറ് ശുദ്ധമായി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ശുദ്ധമായി കഴിയും. ഓക്കെ,
അപ്പോൾ വയറിൽ നമുക്ക് പറ്റുമെങ്കിൽ വിര ഇളക്കുന്നത് കറക്റ്റ് ആ ടൈമിലോട്ട് വിര ഇളക്കുക. 2 ഗുളികയാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ വിരയെല്ലാം ഇളക്കി കഴിഞ്ഞ് വയറൊന്ന് ക്ലീൻ അപ്പ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഞാൻ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ ബോഡിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. നമ്മൾ നോക്കിയാൽ സെലിബ്രിറ്റീസ് കാര്യങ്ങളെല്ലാവരും നമ്മൾ വിചാരിക്കും അവർ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, അവരുടെ ബോഡി നോക്കുന്നുണ്ട്, അവരെല്ലാം ചെയ്യുന്നു. എന്താണ് അവരുടെ നമ്മൾ പറയില്ല, അവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ അവരുടെ സൗന്ദര്യമാണ്. അവരതനുസരിച്ചിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ത് ചെയ്യാലും കൊടുക്കുന്നത് എന്തിനാണ്? അവരുടെ സൗന്ദര്യത്തിന് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ അവരുടെ ബോഡിക്കാണ് കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? നമ്മളെപ്പോഴും നമ്മൾ ഒന്നാമത്തെ പ്രയോറിറ്റി വെച്ചാൽ നമ്മുടെ ജോലിക്കാണ് കൊടുക്കുന്നത്. നമുക്ക് ആഹാരം കഴിക്കണം, അവരെ പോലെ ഒന്നും നമുക്ക് ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ജോലിയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡെയിലി. പക്ഷേ ഇതിനെല്ലാത്തിനും മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു നല്ലൊരു ബോഡി ഹെൽത്ത് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ നമുക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം നമ്മളെ കണ്ട് ഒരാൾ പറയുകയാണെങ്കിൽ നിന്നെ കണ്ട് ഇപ്പോഴും പണ്ടത്തെ പോലെ ചെറുപ്പമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം തോന്നും. ചിലർ പറയും എന്നെ എന്താ 10 വർഷത്തിന് മുമ്പ് കണ്ടതിനെക്കാട്ട് എത്രയും വലിയ കളവിയായിട്ടിരിക്കുന്നല്ലോ. അതാണ് രണ്ടും ഡിഫറൻസ്. കാര്യമെന്ന് വെച്ചാൽ എന്താണ്, ഞാൻ വന്നിട്ട് ഓടുന്നത് വീട്ടിലെ പ്രഷറും കാര്യങ്ങളും എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ. മറ്റേ പുള്ളിക്കാരി എന്തായിരിക്കും പോകുന്നത്? നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി കാര്യം. പക്ഷേ അവർക്കും പ്രയാസങ്ങളും വിഷമങ്ങളും കാണും. പക്ഷേ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ബോഡിക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വയറിന് ഹെൽത്തി ആയിട്ടുള്ള എന്ത് കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് വയറിൽ ഗ്യാസ്ട്രൈറ്റീസ് പോലുള്ള പ്രശ്നമുള്ളവർ ഫസ്റ്റ് അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങളല്ല കിഴങ്ങ് ഐറ്റംസ്. മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഐറ്റംസ് എല്ലാവർക്കും പ്രശ്നം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഗ്യാസ്ട്രൈറ്റീസ് ഉള്ളവരാണെങ്കിൽ അത് കൂട്ടിക്കൊണ്ടിരിക്കും, അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മരിച്ചിനിയും സെയിം പ്രശ്നം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മരിച്ചിനി അവോയ്ഡ് ചെയ്യുക. പിന്നെ എരിവ്, പുളി എന്നിവ കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ മധുരക്കിഴങ്ങ് ചിലർ വരെ കിഴങ്ങല്ലേ, പക്ഷേ അല്ല, മധുരക്കിഴങ്ങിൽ കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനമാണ്. അപ്പം നാരടങ്ങിയ എന്തും വയറിന് എപ്പോഴും സൂപ്പറാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പേരെന്ന് പറഞ്ഞാൽ എന്താണ്, പേര് ഞാൻ മറന്നുപോയി. നമ്മൾ ഇടയ്ക്കൊക്കെ റോട്ടിലൊക്കെ ഇട്ട് വിൽക്കുന്ന ഒരു സംഗതിയാണ്, ഒരു വൈറ്റ് കിഴങ്ങായിട്ടൊക്കെ വരും. അതിൻ്റെ പേര് ഞാൻ ഓർക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞേക്കാം. കൂവക്കിഴങ്ങ് എന്ന് ഓർമ്മ വന്നു. അപ്പോൾ കൂവക്കിഴങ്ങെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ വയറിന് നാരടങ്ങിയ എന്തും നമ്മുടെ വയറിനെ അത്രയും ശുദ്ധീകരിച്ചു പോകും. അതുപോലെ തന്നെ മുരിങ്ങയില ഭയങ്കര ബെനിഫിറ്റാണ്. പിന്നെ വാഴത്തട തോരൻ വെച്ച് കഴിക്കുന്നത് നമ്മളെ വയറിന് കുറച്ച് ഈ ഒരു ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം മാറ്റാനായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലോട്ടിങ്ങിൻ്റെ ഇഷ്യൂസ് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ്. പിന്നെ ഇലക്കറികൾ മാക്സിമം കൊടുക്കുക. ചീര, അത് ഇത്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമോ എന്നറിയത്തില്ല, ചന്തകളിലൊക്കെ മിക്കവാറും വരുന്നുണ്ട്. നമ്മളെ പുളിയില പോലെ ഇരിക്കുന്ന ഒരു ഇലയുള്ള സാധനം, അല്ല അഗസ്തിക്കീര എന്ന് പറയും. അഗസ്തിക്കീരയുടെ പൂവും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭയങ്കര വയറിന് ഏറ്റവും സെറ്റായിട്ടുള്ള സംഗതികളൊക്കെ തന്നെയാണ് കേട്ടോ ഇലക്കറികളിൽ. പിന്നെ നമുക്ക് അടുത്ത് കൊടുക്കാവുന്നത് ബാക്കിയുള്ളതെല്ലാം ഈ നമ്മുടെ കോളിഫ്ലവർ സംഗതിയൊക്കെ കുറച്ച് ഇഷ്യൂസ് വരുത്തും. എങ്കിലും അത് നമ്മുടെ വയറ് കുറച്ചൊക്കെ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ബ്രൊക്കോളി ബ്രൊക്കോളി ഭയങ്കര വില കൂടുതലാണ്. അപ്പോൾ അതിനെക്കാട്ടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട്ടിൽ 20 രൂപ കൊടുത്താൽ നമുക്ക് ചന്തയിൽ നിന്നൊക്കെ ചീര കിട്ടും. സുഖമായിട്ട് നമുക്ക് വയറിൽ നല്ല കാര്യങ്ങളാണ്. പിന്നെ നമ്മളെ വയറിന് എപ്പോഴും വെണ്ടയ്ക്ക നല്ലൊരു ഇതാണ്. വെണ്ടയ്ക്കയിൽ വരുന്ന ആ ഒരു പശപ്പുണ്ടല്ലോ, അത് നമുക്ക് ടോയ്ലറ്റ് പോകാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള സംഗതികൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ചിക്കൻ കഴിക്കുമ്പോഴാണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്ക് അത് കൂടും. പോലെ തന്നെ നമ്മുടെ ബ്രോയിലർ ചിക്കൻ ഉണക്കമല്ലോ, അതൊക്കെ ഭയങ്കര പ്രശ്നം കൂട്ടിക്കൊണ്ടിരിക്കും. നാടൻ ചിക്കൻ മാക്സിമം കുഴപ്പമില്ല. എങ്കിലും വയറിന് ഇഷ്യൂ ഉള്ളവർ മട്ടൻ മേടിക്കാൻ ശ്രമിക്കുക. മട്ടൻ്റെ വില ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റേതായ രീതിയിൽ നമ്മളിപ്പം എന്തായാലും 100 രൂപയ്ക്ക് വീട്ടിലൊരു മീൻ മേടിക്കുന്നു വിചാരിക്കുക. മീനിൽ എന്തായാലും നമുക്കറിയാം മരുന്നടിച്ച മീനാണ് വരുന്നത്. അതിന് മീനിൽ ചൂരമീൻ കഴിക്കാതിരിക്കാനായിട്ട് കൂടുതൽ നോക്കുക. മരുന്നിൻ്റെ കാര്യം കൊണ്ടിട്ടല്ല, ചൂര ഗ്യാസ്ട്രൈറ്റീസ് ഗ്യാസിൻ്റെ ഫോർമേഷൻ കൂട്ടുന്ന ഒരു മീനായതുകൊണ്ട് നെത്തോലി കുഴപ്പമില്ല. ചെറിയ മീനുകളൊക്കെ ബെറ്ററാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂ ഉള്ളവർക്ക്. അപ്പോൾ 4 ദിവസം മീൻ മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ 100 രൂപ ചേർത്ത് വെച്ചാൽ 400 രൂപ. അപ്പോൾ സൂപ്പ് ഏറ്റവും ബെസ്റ്റ്. ഈ അലർജി ഉള്ളവർക്കും സൂപ്പ് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അലർജി ഉള്ളവർക്ക് സൂപ്പ് ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പോൾ അതേ സെയിം തന്നെയാണ് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്കും സൂപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന മട്ടൻ, ഞാൻ പറഞ്ഞ മട്ടൻ്റെ ഒരു ഹാഫ് മേടിച്ചാലും മതി, അത് സുഖമായിട്ട് പോകും. ബീഫ് കൊടുക്കാതിരിക്കാനായിട്ട് നോക്കുക. ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ ബീഫ് മാസത്തിൽ അത്ര കൊതിയായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ മാത്രം ഒരു പ്രാവശ്യം കൊടുക്കുക. എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ബീഫ് കഴിച്ചുമ്പോൾ ചുമ്മാ ഇരുന്ന് കഴിയുമ്പോൾ അറിയാമല്ലോ, അത് വേറെ ഇഷ്യൂസ് നമ്മുടെ പിന്നെ ഇതിനകത്ത് ബ്ലോക്കേജ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടി ബീഫ് മാക്സിമം അവോയ്ഡ് ചെയ്താൽ നല്ലൊരു ഹെൽത്തി ബോഡിയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ഇതേപോലെ താറാവ് നല്ലതാണ്, മട്ടൺ നല്ലതാണ്. വീട്ടിലൊക്കെ ഉള്ള നാടൻ കോഴികളാണെങ്കിൽ നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
പിന്നെ നത്തോലി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നല്ലതാണ്. പിന്നെ ഗ്യാസ്ട്രൈറ്റിസ് കൂട്ടാൻ ബെസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച്, ചിപ്പി, ഞണ്ട് അങ്ങനെയൊക്കെ ഉള്ളത്. അതൊക്കെ ഇച്ചിരി ചൂട് ഐറ്റമാണ്, നമുക്കറിയാമല്ലോ, ചൂടുള്ള മീനുകളാണ്. അതെല്ലാം നമുക്കത് കൂട്ടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അങ്ങനെയുള്ള സംഗതികളെല്ലാം. പിന്നെ ചിപ്പിക്കകത്തൊക്കെ തന്നെ കുറച്ച് വിഷമുള്ള ചിപ്പികളുണ്ട്, കൊഞ്ചിനകത്ത് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിക്കുന്നെങ്കിൽ നോക്കിയും കണ്ടും വേണം കഴിക്കാൻ നോക്കുക, അല്ലെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കുക. ഇത് തന്നെയാണ്, വേറെ ഒരു സൊല്യൂഷനും ഇല്ല. രാവിലെ നമ്മൾ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അത് നല്ലത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് തന്നെ കൊടുക്കുക. കടല, പരിപ്പ് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഗ്യാസ്ട്രൈറ്റിസ് കൂട്ടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. അപ്പം അതിന് പകരം എന്തെങ്കിലുമായിട്ടുള്ള ഫുഡ് കാപ്പികൾ, അപ്പം എന്തുണ്ട് നമ്മൾ വിചാരിക്കും, ഉരുളക്കിഴങ്ങല്ലാതെയും കടലയല്ലാതെ നമുക്ക് തക്കാളി വെച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം കയറ്റാൻ നോക്കാം. മുട്ട ഏറ്റവും നല്ലതാണ്. അപ്പം മുട്ട നമുക്ക് പ്രശ്നം വരത്തില്ല, നമ്മൾ നോർമൽ വർക്കൗട്ട് കാര്യങ്ങളെല്ലാം കൊടുത്താൽ മതി. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ആ ഒരു ടൈമിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിമം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഓട്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ നൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് കൊടുക്കാറുള്ളൂ. ഉച്ചയ്ക്ക് അതേപോലെ ഊണ് കഴിക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെ ഊണ് കഴിക്കാനായിട്ട് മാക്സിമം നോക്കുക കേട്ടോ. അപ്പം കഴിക്കുമ്പോഴത്തേക്ക് അതുപോലെ ചോറ് കൂടുതലാക്കി കറി കുറച്ചില്ല, ചോറ് കുറച്ച് കറി കൂടുതലാക്കിയിട്ട് വേണം ചോറ് കഴിക്കാൻ നോക്കുക. അതുപോലെ 7 മണിക്ക് മുമ്പ്, ഇപ്പം വർക്ക് പോകുന്നവരായിരിക്കും, ഇപ്പം എല്ലാവരും ജോലി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, വരുമ്പോഴത്തേക്ക് 9 മണിയാവും, അല്ലെങ്കിൽ ഒരു 8 മണി കഴിയും. അപ്പം വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം ഒരു 7:30-ക്കുള്ളിൽ ഫുഡ് കഴിക്കാൻ നോക്കുക. രാത്രി കഞ്ഞി പോലുള്ളത്, പയറും കഞ്ഞിയൊന്നും കുടിക്കാൻ നിൽക്കല്, ഗ്യാസ്ട്രൈറ്റിസ് കൂട്ടും. ഇത് രാത്രി അരി ആഹാരങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ബാക്കി പുളിപ്പിച്ച ആഹാരം, ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെയുള്ളതൊക്കെ വയറിന് ഏറ്റവും നല്ലതാണ്. പറ്റുമെങ്കിൽ ലൈറ്റ് ഫുഡ് എപ്പോഴും കൊടുക്കാനായിട്ട് നോക്കുക. വെച്ചാൽ മാതളം, അതുപോലെ തന്നെ മുട്ടയോ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈറ്റ് കൊടുക്കുന്ന ഓട്സ്, പിന്നെ അതുപോലെ ക്യാരറ്റ്, ഇങ്ങനെയുള്ള ഐറ്റംസ് വയറ്റിന് കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കം നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കാര്യം, നമ്മൾ ലേറ്റ് നൈറ്റാണ് വരുന്നത്. ഇപ്പം നന്നായിട്ടൊരു 9 മണിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ വെളിയിൽ നിന്ന് അൽഫാമും വാങ്ങിച്ച്, കുഴിമന്തിയും വാങ്ങിച്ച്, ചിക്കനും വാങ്ങിച്ച് തിന്ന് കഴിയുമ്പോൾ നമുക്ക് 2 മണിക്കൂർ നമ്മുടെ വയറിന് എന്തായാലും ഒരു റെസ്റ്റ് കൊടുക്കാൻ വേണം. അല്ലാതെ നമ്മൾ ചെന്ന് അപ്പം തന്നെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം രാവിലത്തേക്ക് ക്ഷീണവും കാര്യങ്ങളും തളർച്ചയും വയറിനുള്ള പ്രശ്നങ്ങളും കൂട്ടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ആ ടൈമിലാണ് ഞാൻ വരുന്നതെങ്കിൽ ദയവ് ഇത് ഒരു സൂപ്പ്, ഒരു സാലഡ്, ഒരു മുട്ട, ഇത് ഇത്രയും മാത്രം വെച്ച് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വയറിൻ്റെ പ്രശ്നമില്ല, ബാക്ടീരിയസ് എല്ലാം ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല, നമുക്ക് ഉറങ്ങാൻ പറ്റും. ഓക്കെ, ഇതാണ് നൈറ്റിലുള്ള റുട്ടീൻസിലായിട്ട് വരുന്നത്. പിന്നെ ഗ്രീൻ ടീ കുഴപ്പമില്ല, ഗ്രീൻ ടീ നന്നായിട്ട് തന്നെയാണ്. ചായ ഓടിയാൽ നോക്കുക, ഷുഗർ കട്ട് ചെയ്യുക, അത്രയും നല്ലതാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഷുഗർ കട്ട് ചെയ്ത്. ഫുൾ ഷുഗർ കട്ട് എന്ന് ഉദ്ദേശിച്ചാൽ ഫുൾ ഷുഗർ എടുത്ത് കളയാനല്ല, കുറച്ചായിട്ട് ഷുഗർ കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ മെയിൻ ഒരു ഇതിലേക്ക് വരുത്തുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞാലും നമ്മൾ എന്ത് കഴിച്ചാലും ടോയ്ലറ്റിൽ പോകുന്നൊരു ടെൻഡൻസി ഉണ്ട് കുറച്ച് ആൾക്കാർക്ക്. അതിൽ മെയിനായിട്ട് നിൽക്കുന്ന ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കഴിച്ചാലും അപ്പോൾ ബാത്റൂമിൽ പോകണം തോന്നും. അതെന്ന് വെച്ചാൽ അത് ധാരാളമായിട്ട് ടെൻഷൻസ് ഹോൾഡ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ്, ഈ ടോയ്ലറ്റിൽ പോകുന്ന ഇഷ്യൂസൊക്കെ കുറച്ച് കൂടുതലായിട്ട് വെച്ചാൽ ആൻസൈറ്റിയെ ഉള്ളവർക്കാണ്. എന്ന് വെച്ചാൽ അവർക്ക് എന്തെടുത്താലും ഒരു ടെൻഷൻ കാണും, അത് ശരിയാകുമോ എന്നൊരു ടെൻഷൻ, അവിടെ പോയാൽ ശരിയാകുമോ, അല്ലെങ്കിൽ അത് കിട്ടുമോ, ഇങ്ങനെ ടെൻഷൻസ് കൂടുതലായിട്ട് നിൽക്കുന്നവർക്കാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് കൂടുതലായിട്ട്. പ്രത്യേകിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഹെയർ ലോസ് കൂടുതലായിരിക്കും, പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലോട്ടിങ് ഇഷ്യൂസ് കൂടുതലായിരിക്കും, ടോയ്ലറ്റിൽ പോകുന്നുള്ളൊരവസ്ഥ കൂടുതലായിരിക്കും. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ യോഗാസ് കാര്യങ്ങൾ, മെഡിറ്റേഷൻ, നമ്മൾ ഹാപ്പിയാക്കി, നമുക്ക് എന്താണ് ഹാപ്പിനെസ് തരുന്നത് നമ്മൾ അതിലോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് മുകളിലൊരാളുണ്ടെന്ന് എപ്പോഴും നമുക്ക് അറിയാം. അപ്പം അത് ബാക്കിയെല്ലാം നമ്മളൊന്നും പ്ലാൻ ചെയ്യാൻ നിൽക്കേണ്ട, ദൈവത്തിൻ്റെ പ്ലാൻ എന്താണോ അതനുസരിച്ച് ഡെയിലി മൂവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള നമ്മൾ ഈ ടെൻഷൻസും കാര്യങ്ങളെല്ലാം മാറി നമ്മളൊന്ന് ടെൻഷൻ ഫ്രീ ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളൊക്കെ എന്ത് പറ്റും, ഈ വയറിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ബാക്കിയൊരു സോൾവ് വന്നുകൊണ്ടിരിക്കും. പിന്നെ മാക്സിമം ആയുർവേദമുള്ള സംഗതികളൊക്കെ നമ്മൾ ചെയ്ത് നോക്കി വയറിന് വേണ്ടിയിട്ട്, അതിൽ വലിയൊരു ഇത് കൂട്ടിക്കൊണ്ടല്ലാതെ കുറയുന്ന രീതി നമ്മൾ തോന്നിയില്ല. ഇംഗ്ലീഷ് മരുന്ന് ഞാൻ പറഞ്ഞല്ലോ, വയറിന് വേണ്ടിയിട്ട് അവർ കുറച്ച് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് ആയിരുന്നു, നമ്മൾ ഹോമിയോ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഹോമിയോയിൽ വലിയ മാറ്റം നമുക്ക് വരുന്നുണ്ട്. ഫുഡിന് മുമ്പുള്ള കുറച്ചുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഇഷ്യൂസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഹോമിയോയിൽ ഇപ്പോൾ നന്നായിട്ട് മരുന്ന് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ മരുന്നിലൂടെയും പകരം നമ്മളിലൂടെയും വിചാരിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറച്ച് മാറ്റാനായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ പുതിയ നമ്മുടെ ബ്ലോട്ടിങ് ഇഷ്യൂസും കാര്യങ്ങളായിട്ടുള്ള വീഡിയോ കേട്ടോ. ഓക്കെ, ബൈ.